വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലാ കളക്ടറിന് മുന്നിൽ നടക്കുന്ന UDF രാപ്പകൽ സമരം ഇന്ന് അവസാനിപ്പിക്കും. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ് ഇന്ന് സമാപിക്കുക. സമരപന്തലിൽ നിന്ന് സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട്ടിലെ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് UDFിൻ്റെ രാപ്പകൽ സമരം വയനാട് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഇന്നലെ തുടങ്ങിയത്. എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൻ്റെ സമാപനം ഇന്ന് നടക്കുകയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ UDF നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇന്നലെ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരുന്നു. മാത്രമല്ല UDFിൻ്റെ ജനപ്രതിനിധികൾ ഈ ഇതുമായി ബന്ധപ്പെട്ട യോഗം ബഹിഷ്കരിക്കുന്ന നില കൂടി സ്വീകരിച്ച ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമരം ഇന്ന് അവസാനിക്കും. ഇവിടുത്തെ MLA മാർ ഉൾപ്പെടെ ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഇവിടേക്ക് എത്തുന്നു. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? ഒന്ന്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിൽ പരിക്കേറ്റതായിരിക്കുന്ന ആളുകളെയും വയനാടിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അറിയാനാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കർണാടകയുടെ കർണാടക റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന കേരളക്കാരനെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്തിന് കർണാടകയുടെ പണമെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. പണം കൊടുക്കുന്നതല്ല, സെൻറ്റിമെൻസിൻ്റെ നഷ്ടത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിന് സംസ്ഥാനത്തിൻ്റെ പരിധിയില്ല. ആ വലിയ ഹീനമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന BJPയുടെ മന്ത്രി ഈ വയനാട്ടിൽ വരുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ സമഗ്രതലത്തിൽ ഇടപെടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തിയാവും വരുന്നത്. ജനം ആട്ടി ഓടിക്കും. വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ളൊരു ഫീലിംഗ് ആയി നിൽക്കുകയാണ്. സെൻട്രൽ ലെവലിൽ ഉള്ള കുറേ കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടല്ലോ. സെൻട്രൽ ലെവലിൽ നിയമനിർമ്മാണം, അതിനകത്തുള്ള നിയമത്തിലെ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് കേന്ദ്രമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട്? കേന്ദ്രവും സംസ്ഥാനമായി യോജിച്ച തീരുമാനങ്ങളെടുത്ത് വയനാടൻ കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യവും നിയമ ഭേദഗതിയും കൊണ്ടുവരേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായ പദ്ധതി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.